ആണോ? മനസ്സിലായി. പറഞ്ഞോ. ഓ ഇന്നാണല്ലേ? ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അത് കുഴപ്പമില്ല, നമുക്ക് അളക്കാമല്ലോ. പിന്നെന്ത് ചെയ്യാം. ഞാൻ വരാം, രാവിലെ വരാം. കുഴപ്പമില്ല. ശരി. ഓക്കെ. ഇല്ല വരാം. ശരി, ഓക്കെ. എങ്ങോട്ട് വരാന്ന്? നമ്മളെ ഗോപാലകൃഷ്ണ ഇല്ലേ, ഒരു 3 മുറി കട അവിടെ പണിതിട്ടുണ്ട്. അത് റോഡിൽ നിന്ന് ഒരു 3 മീറ്റർ ബാക്കിലോട്ട് വേണം വയ്ക്കാൻ. ഈ ഇലക്ട്രിസിറ്റിൻ്റെ പെർമിഷൻ കൊടുക്കുള്ളൂ, ഇലക്ട്രിസിറ്റിയുടെ. അപ്പം അങ്ങനെയാണ് പണിതിക്കുന്നത്. പക്ഷെ അങ്ങേർക്കൊരു സംശയം, 3 മീറ്റർ ഇല്ല എന്നുള്ളത്. എന്നാൽ 3 മീറ്റർ ഉണ്ട്, പൈസയ്ക്ക് എന്തോ ആവശ്യത്തിനാണ് അങ്ങേര് കിടന്ന് കളിക്കുന്നത്. അപ്പം അതിന് ഒരു അളവുണ്ട്, നിന്ന് വരുമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ പോയി പറഞ്ഞിട്ട് അങ്ങേര് സമ്മതിക്കുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങേര് വരും. അപ്പം അതുവരെ ഒന്ന് പോകണം, അതൊന്ന് ക്ലിയറാക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പൊ പോണ്ട. അതെന്ത്? ഞാൻ അമ്പലച്ചേട്ടനോട് പറഞ്ഞല്ലോ അമ്മ അവനെ കാണാൻ പോണെന്ന് ഹോസ്പിറ്റലില്. നാളെ ഡിസ്ചാർജ് ആവാൻ പോവാ. അതങ്ങോട്ട് മറന്നു അവര് ഫോൺ വന്നപ്പോഴത്തേക്ക്. അല്ല, അത് മറന്നതല്ല, ഓർമ്മയുണ്ട്. നമുക്കെങ്കിൽ വീട്ടിൽ പോയി കണ്ടാൽ പോരെ? എന്താ അമ്പലച്ചേട്ടാ, നാളെ ഡിസ്ചാർജ് ആവാൻ പോണ ആളാ, വീട്ടിൽ പോയി കണ്ടാ ഇങ്ങനെ ശരിയാവാ? പിന്നെ അത് മതി എല്ലാവർക്കും പരാതി പറയാൻ. ഇന്ന് തന്നെ പോണം. അല്ല, ആശുപത്രി പോയി കാണുന്നേക്കാട്ടിൽ വീട്ടിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒരു അമ്പലച്ചേട്ടൻ എന്താ കാര്യം മനസ്സിലാവാത്ത? എന്റെ എല്ലാ ബന്ധുക്കളും പോയി കണ്ടു, ഇനി ഞാൻ മാത്രമേ പോയി കാണാത്തുള്ളൂ. സംഭവം ഇപ്പോൾ എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇലക്ഷൻ സമയത്ത് എൻ്റെ എതിർ കക്ഷി നിന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതൊരു മോശമാവും. അമ്പലച്ചേട്ടൻ എന്തീ പറയുന്നത്? എനിക്ക് പോയേ പറ്റുള്ളൂ കേട്ടോ അമ്പലച്ചേട്ടൻ. ഇത് ശരിയാവില്ല, ഇത് അല്ല ഈ ഇടപാട്. പോണ്ട. എവിടെ പോകണ്ടെന്ന്? എനിക്ക് ശരി, പോവാം. ഒരു കാര്യം ചെയ്യാം. ഇങ്ങനൊരു കാര്യം, ഞാൻ ഇപ്പോഴും പോയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് പോയിട്ട് ഇങ്ങ് വരാം. പിന്നെ നമുക്ക് വൈകുന്നേരം പോവാം. എന്നിട്ട് അർദ്ധരാത്രി അവിടെ ചെന്ന് കയറാൻ. അപ്പോഴേക്കും അവർ പാക്കിങ് തുടങ്ങും നാളെ രാവിലെ ഡിസ്ചാർജ് ആവാനായിട്ട്. ഇങ്ങോട്ട് നോക്ക്, അവിടെ പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ലേറ്റ് ആവുകയാണെങ്കിൽ നേരെ ഇതിൻ്റെ വലിയമ്മ വീട്ടിൽ പോകും, ഇന്ന് അവിടെ തങ്ങാം. ശരിക്കും വല്യമാരെ കണ്ടിട്ട് കൊറേ നാളായി. അത് കുറേ ദിവസം കൊണ്ട് പറയണല്ലേ, അങ്ങനെ ആക്കാം. എന്റെ അമ്മ എന്ത് തോന്നി ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? നിന്റെ സന്തോഷം അല്ലേ എൻ്റെ സന്തോഷം. ഞാൻ അടിക്കുന്ന വെച്ച് തിരിച്ചടിക്കരുത്. മന്ദക്കം കൈ കൊണ്ട് കിട്ടിയെങ്കിൽ നല്ല വേദന എടുക്കും.